ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. മാങ്ങയുടെ സീസണായിട്ട് ഒരു മാങ്ങയുടെ പുഡിംഗ് ഉണ്ടാക്കിയാലേ ശരിയാവത്തില്ല. നമുക്കൊരു മാങ്ങയുടെ പുഡിംഗ് ഇന്ന് ഉണ്ടാക്കിയാലോ? मांगा सीजन में एक पुडिंग नहीं बनाने से कैसे लगेगा? आज हम लोग आम का पुडिंग बनाएंगे. कैसे है देखेंगे. നമുക്ക് മാങ്ങ ചെത്തിയെടുക്കാം. ഇതിന്റെ തൊലി എല്ലാം കളഞ്ഞ് ചെത്തിയെടുക്കാം. इसका छिलका अभी निकाल देंगे. ഞാൻ 1 കിലോ മാങ്ങ എടുത്തിരിക്കുന്നത്. 1 किलो आम लिया है. 3 आम है. थोड़ा कटिंग करके अच्छे से पल्प बनाएंगे. आदि कट ചെയ്തെടുക്കാം. നമുക്ക് ഇത് കട്ട് ചെയ്ത് അരച്ചെടുക്കാം. अच्छे से कटिंग करके अच्छे से प्यूरी बनाएंगे. നമ്മുടെ മാങ്ങ മുഴുവൻ ഞാൻ ചെത്തിയിട്ടുണ്ട്. आम पूरा कटिंग करके रखा है. अभी मिक्सी का जार में डालेंगे. നമുക്ക് നല്ലതായിട്ട് അരച്ചുകൊണ്ട് വരാം. अच्छे से पीस के आएंगे. നോക്കിക്കേ, നല്ലതായിട്ട് ഞാൻ മാങ്ങ അടിച്ചെടുത്ത് കഴിഞ്ഞു. आम अच्छे से पीस किया है. अभी डालना है चीनी. 1 किलो आम के लिए 250 ग्राम चीनी लिया है. നമ്മൾ 1 കിലോ മാങ്ങയ്ക്ക് 1/4 കിലോ പഞ്ചസാരയാണ് എടുത്ത് നമുക്ക് അതും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. अच्छे से ब्लेंड करना है. पहले इट नल्लाയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. चीनी भी डाल के अच्छे से मिक्स किया है. अभी डाल रहे 1.5 कप दूध. 1.5 കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. आधा दूध अभी डालना है. अच्छे से ब्लेंड करना है. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് വരാം. ഞാൻ നല്ലതായിട്ട് മാങ്ങ എല്ലാം അടിച്ചിട്ടെടുത്തിട്ടുണ്ട്. പാൽ ഒഴിച്ച് നമുക്കൊരു പാത്രത്തിനകത്ത് ഒരു കടായിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ कढ़ाई में अभी पूरा डालेंगे. शुगर बैलेंस करने के लिए अभी थोड़ा सा नमक डालना है. നമുക്ക് ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അभी സ്റ്റൗ ഓൺ करना है. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇത് ബോയിൽ ചെയ്യാൻ വെക്കാം. നല്ല अच्छे से मिक्स करके बॉईल करने के लिए रखेंगे. ഒരു 6 ഏലക്ക എടുക്കാം. നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. 6 इलायची लिया है. थोड़ा पाउडर करके लेके आएंगे. थोड़ा चीनी भी डालना है. നമുക്ക് ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് പൗഡർ ചെയ്തുകൊണ്ട് വരാം. നമുക്ക് പഞ്ചസാരക്കകത്ത് ഏലക്ക പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. अभी इलायची पाउडर किया इसमें डालेंगे. अच्छे से मिक्स कर दीजिए. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ कॉर्नफ्लोर എടുത്തിട്ടുണ്ട്. 4 टेबल स्पून कॉर्नफ्लोर लिया है. इसमें अभी हम लोग बाकी रखा हुआ वो दूध में ये कॉर्नफ्लोर डालना है. നമുക്ക് കോൺഫ്ലോർ ഈ പാക്കി വെച്ചിരുന്ന പാലിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കോൺഫ്ലോറും പാലും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോർ ഓർ दूध अच्छे से मिक्स करना है. നമ്മുടെ മാങ്ങ 15 മിനിറ്റ് ആയിട്ട് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കിക്കേ, हम लोग का 15 मिनट हो गया बॉईल हो रहे. देखिए अभी हम लोग कॉर्नफ्लोर लिया है और डालेंगे. നമുക്ക് കോൺഫ്ലോർ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് നന്നായിട്ട് എടുക്കാൻ നേരത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അടി അല്ലെങ്കിൽ നല്ലതായിട്ട് പിടിച്ചിരിക്കും. नीचे से पकड़ेगा इसलिए और एक बार भी अच्छे से मिला के डाल दीजिएगा. നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കോൺഫ്ലോർ ഇട്ട് കഴിഞ്ഞ ശേഷം कॉर्नफ्लोर डालने के बाद हाथ छोड़ना नहीं. अच्छे से मिलाना है. കോൺഫ്ലോർ ഇട്ടതിന് ശേഷം നമ്മൾ ചെറിയ തീയിലിട്ട് നന്നായിട്ട് 5 മിനിറ്റ് നല്ലതായിട്ട് ബോയിൽ ചെയ്യണം. കോൺഫ്ലോർ डालने के बाद 5 मिनट अच्छे से बॉईल होना चाहिए. एकदम लो फ्लेम में डाल के अच्छे से बॉईल कर दीजिए. अच्छे से തിക്ക് हो जाएगा. നോക്കിക്കേ, നല്ല തിക്കാവും. നോക്കിയാൽ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴുന്നത്. ഈ പരുവത്തിലായി കഴിയുമ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ തണുക്കാൻ വെക്കേണ്ടത് ആ പാത്രത്തിൽ തന്നെ ഒഴിച്ചു വെക്കണം. कौन सा बर्तन में ठंडा करने के लिए रखता है वही बर्तन में डाल के रखना है. हम ये दोनों बर्तन ग्रीस करके रखा है. ഞാൻ 2 പാത്രം ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആ പാത്രത്തിനകത്തോട്ട് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. गरम गरम डालना है. देखिए अभी डालना है. गरम गरम डाल दीजिए.
ഒരു പാത്രത്തിനകത്തുള്ളതേ ഉള്ളായിരുന്നു. റൂം टेम्परेचर में ठंडा करने के लिए रखेंगे. നമ്മുടെ മാംഗോ പുഡിംഗ് തണുത്ത് കഴിഞ്ഞു. ठंडा हो गया, अभी फ्रिज में रखेंगे. നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം നമുക്ക് നല്ലതായിട്ട് ചില്ലായി കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. अच्छे से चिल होने से अच्छा टेस्ट आ जाएगा. अभी फ्रिज में 4 घंटा रखेंगे. 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. 4 മണിക്കൂറായി നമ്മുടെ മാംഗോ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. 4 घंटा हो गया, हम लोग का पुडिंग रेडी हो गया. देखेंगे कैसे. നമ്മുടെ പുഡിംഗ് എങ്ങനെയായിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ പുഡിംഗ് റെഡി ആയി കഴിഞ്ഞു. നോക്കിക്കേ. നമ്മുടെ വളരെ രുചികരമായ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പുഡിംഗ് റെഡി ആയി കഴിഞ്ഞു. നോക്കിക്കേ. കൊച്ചു ക്വാർട്ടർ പ്ലേറ്റിനകത്തൊക്കെ ഉണ്ടാക്കി കൊച്ചു ബൗളിനകത്ത് ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ ഭയങ്കര ഇഷ്ടപ്പെടും. ഏത് ഷേപ്പാണോ നമ്മൾ ഇടുന്ന അതേ ഷേപ്പ് കിട്ടും. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന പുഡിംഗ് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മാംഗോയുടെ സീസൺ അല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. सब लोग थोड़ा घर में ट्राई करके देखिएगा. बच्चा लोग बड़ा लोग सब लोग को पसंद हो जाएगा. देखिएगा बहुत बढ़िया टेस्ट भी है, देखने के लिए भी सुंदर है. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.